3 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന ചർച്ചകൾ നടക്കുമ്പോഴും അത് കൂടുതൽ രൂക്ഷമാവുകയാണ്. അമേരിക്കൻ പിന്തുണ നഷ്ടപ്പെടുകയും പൂർണ്ണമായും തകർന്നടിയുകയും ചെയ്തിട്ടും വിട്ടുകൊടുക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തയ്യാറാകുന്നില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അരങ്ങേറുന്ന ഏറ്റവും പുതിയ സംഭവവികാസങ്ങളും തെളിയിക്കുന്നത് അത് തന്നെയാണ്. 3 വർഷത്തെ യുദ്ധത്തിനിടയിൽ റഷ്യക്കെതിരായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിപ്പോൾ യുക്രൈൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെയും യുക്രൈന് പരാജയം മാത്രമാണ് ബാക്കിയായത്. പതിവ് പോലെ വെള്ളത്തിൽ വരച്ച വരയായാണ് ഇതും മാറിയത്. റഷ്യൻ വ്യോമ പ്രതിരോധം വളരെ മികച്ച രീതിയിൽ തന്നെ യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങളെ നേരിട്ടു. ഒറ്റ രാത്രി കൊണ്ട് 10 റഷ്യൻ പ്രദേശങ്ങളിലായി 337 യുക്രൈനിയൻ ഡ്രോണുകളെയാണ് റഷ്യൻ വ്യോമ പ്രതിരോധ സേന തറ പറ്റിച്ചത്. മോസ്കോ, കുസ്, ബെൽഗറോഡ് എന്നിവയുൾപ്പെടെ 10 റഷ്യൻ പ്രവിശ്യകളിലാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. മോസ്കോ മേയറുടെ റിപ്പോർട്ട് പ്രകാരം 73 ഡ്രോണുകൾ തലസ്ഥാനത്തെ ലക്ഷ്യമാക്കി എത്തിയിരുന്നു. ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുക്രൈൻ ഇതുവരെയും ഈ ആക്രമണത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം റഷ്യ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം മോസ്കോ നഗരത്തിനടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിയ 91 ഡ്രോണുകളും കുസ് പ്രദേശത്ത് മാത്രം 126 ഡ്രോണുകളും റഷ്യ നിലംപരിശാക്കി. അതിർത്തിയിലെ കനത്ത സുരക്ഷയുള്ള കുർസ്ക് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നത്. മോസ്കോ മേയർ സെർജി സോബിയാനിൻ നഗരത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ 74 ഡ്രോണുകൾ വീഴ്ത്തിയതായി അറിയിച്ചു. മോസ്കോ മേഖലാ ഗവർണർ ആൻഡ്രി വൊറോബിയോവ് 3 മുനിസിപ്പാലിറ്റികളിലുണ്ടായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഡൊമോഡെവോയിൽ ഒരു മരണം ഉൾപ്പെടുന്നു. യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മോസ്കോയിലെ ചില താമസ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ യുക്രൈൻ നടത്തിയതിലെ ഏറ്റവും വലിയ റെയ്ഡുകളിൽ ഒന്നായിരുന്നു ഇത്. എന്നിരുന്നാലും അതിന്റെ വ്യാപ്തി യുക്രൈൻ പ്രതീക്ഷിച്ച അത്രയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. കുറഞ്ഞ ചെലവിലുള്ള ദീർഘദൂര കാമിക്കാസെ ഡ്രോണുകൾ റഷ്യൻ പ്രദേശത്തിന്റെ ഉള്ളിൽ ആക്രമണം നടത്താൻ ഫലപ്രദമാണെന്നായിരുന്നു യുക്രൈൻ ധരിച്ചിരുന്നത്. യുദ്ധകളത്തിലെ തിരിച്ചടികൾ കാരണം യുക്രൈൻ സർക്കാർ തീവ്രവാദ തന്ത്രങ്ങളാണിപ്പോൾ അവലംബിക്കുന്നതെന്നാണ് സംഭവത്തിൽ റഷ്യ ആരോപിക്കുന്നത്. ഏറ്റവും പുതിയ ആക്രമണത്തെ തീവ്രവാദമായി കണക്കാക്കുന്നതായി റഷ്യൻ അന്വേഷണ സമിതി പറയുകയും ചെയ്തു. യുക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി അടുത്തിടെ യുക്രൈനിയൻ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ റഷ്യയുടെ ആക്രമണം അവസാനിപ്പിക്കുന്നതിന് പകരമായി ദീർഘദൂര ഡ്രോൺ ആക്രമണങ്ങൾ നിർത്താൻ ആഹ്വാനം ചെയ്തിരുന്നു. യുക്രൈന്റെ ആയുധ ഉൽപാദനത്തെയും സൈനിക ലോജിസ്റ്റിക്സിനെയും തളർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളെന്ന് റഷ്യ പറയുന്നു. യുക്രൈൻ തങ്ങളുടെ സേനയെ പുനഃസംഘടിപ്പിക്കാനും ശത്രുത തുടരാനും ഏത് താൽക്കാലിക വിരാമവും ഉപയോഗിക്കുമെന്നും റഷ്യ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഫെബ്രുവരി 28-ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വൈറ്റ് ഹൌസ് സന്ദർശന വേളയിലുണ്ടായ വാദപ്രതിവാദത്തിന് ശേഷമുള്ള പുതിയ നയതന്ത്ര നീക്കമാണ് സൗദി അറേബ്യയിലെ ചർച്ചകൾ പ്രതിഫലിപ്പിക്കുന്നത്. ഒരു വെടിനിർത്തൽ നിർദ്ദേശിക്കുമെന്നും ഇത് സുരക്ഷിതമായ ഷിപ്പിംഗ്, യുക്രൈനിലെ സാധാരണക്കാരെ ബാധിച്ച ദീർഘദൂര മിസൈൽ ആക്രമണങ്ങൾ, തടവുകാരെ മോചിപ്പിക്കൽ എന്നിവ ഉറപ്പാക്കുമെന്നും യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരം ആക്രമണങ്ങൾ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുമോ എന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുകയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയത്തെയും സമ്പദ് വ്യവസ്ഥയെയും വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോളറിന്റെ മൂല്യത്തകർച്ച മുതൽ ഇന്ധനവില വർധന വരെയുള്ള വിവിധ പ്രത്യാഘാതങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഗൗരവമായ ശ്രമങ്ങൾ വേണമെന്ന് ആഗോള തലത്തിൽ തന്നെ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടെ സമാധാനം കൈവരിക്കാൻ സൗദി അറേബ്യയിൽ നടത്തുന്ന ചർച്ചകൾ അത്യന്തം പ്രാധാന്യമർഹിക്കുന്നതാണ്. സംഘർഷം എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള യുക്രൈൻ അമേരിക്കൻ നേതാക്കളുടെ പ്രധാന ചർച്ചകൾ സൗദി അറേബ്യയിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആക്രമണം ഉണ്ടായത്. അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഈ പ്രശ്നത്തിൽ ദൗത്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് നടപടികളാണ് ഇവർ കൈക്കൊള്ളുകയെന്നത് വ്യക്തമല്ല.